സൺഡേ സലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. മിനിഞ്ഞാന്ന് രാത്രി മുതൽ ലോകം മുഴുവൻ ഏറ്റവും ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയാണ്. ലെബനോൺ ബേസാക്കി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഭീകരർക്കെതിരെ പേജർ സ്ഫോടനങ്ങളുമായി ഇസ്രായേൽ അത് വിശ്വസിക്കപ്പെടുന്നു. അവരത് ഏറ്റെടുത്തിട്ടില്ല. ഇസ്രായേൽ എത്തിയ വാർത്ത മിനിഞ്ഞാന്ന് ഏകദേശം ലെബനോൺ സമയം 3:30 മണിക്കാണ് പേജറുകൾ ഉപയോഗിക്കുന്ന ഹിസ്ബുള്ള ഭീകരവാദികൾ അവരുടെ കയ്യിലെ പേജർ പൊട്ടിത്തെറിച്ച് ഓരോരുത്തരായി പരുക്ക് പറ്റി ആശുപത്രികളിലെത്തിയത്. പരുക്ക് എന്നത് ചെറിയ തോതിലല്ല, വലിയ ഭീകരമായ പരുക്കാണ്. ഏകദേശം 20ഓളം ആളുകൾ അപ്പോൾ തന്നെ മരണപ്പെട്ടു. പിന്നീടുള്ള മരണസംഖ്യയെക്കുറിച്ച് വിവരമില്ല. കാരണം ലെബനോൺ ഈ ന്യൂസ് പരമാവധി പുറത്തുവിടാതെ സൂക്ഷിക്കുകയാണ്. ലെബനോൺ അത്രയ്ക്കൊന്നും രഹസ്യം സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു രാജ്യമൊന്നുമല്ല. കാരണം അവിടെ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന, ഇസ്രായേലിനെതിരെ ഇറാൻ ഒരു കൈയായി ഉപയോഗിക്കുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകര സംഘടനയുടെ പ്രവർത്തകർ തന്നെയാണ് ഇന്ന് ആ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത്. ഈ പേജർ എന്ന് പറയുന്ന ഈ സംവിധാനം നമുക്ക് പരിചയമുള്ളൊരു സംഗതിയല്ല. മൊബൈൽ ഫോൺ വരുന്നതിന് തൊട്ട് മുൻപ് 1990-കൾക്ക് ശേഷം 2000 ആണ്ട് വരെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്നു. വാസ്തവത്തിലൊരു 95-ന് ശേഷമാണ് വളരെ ആക്റ്റീവായി കേരളത്തിൽ ഞാനത് കണ്ടിട്ടുള്ളത്. ആളുകളുടെ ബെൽറ്റിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞ് ഡിവൈസ് ഇങ്ങനെ തൂക്കി വലിയ അഭിമാനത്തോടെ നടക്കുന്ന ഒരു കാഴ്ച. മീൻകാരും അതുപോലത്തെ ആളുകളൊക്കെയാണ്. അവർക്ക് മീൻ വേണം, അങ്ങനെയുള്ള മെസ്സേജുകൾ റിസീവ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് നടക്കുന്ന ഒരു സംഗതി. ആ ഡിവൈസ് മെസ്സേജ് റിസീവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ്. മെസ്സേജ് സെൻഡ് ചെയ്യാൻ പറ്റുകയില്ല, മെസ്സേജ് റിസീവ് ചെയ്യാനേ പറ്റുള്ളൂ. റേഡിയോ പോലെ തന്നെയെന്ന് വിചാരിക്കാം. റേഡിയോയിലേക്ക് നമ്മളുടെ വീടുകളിലൊക്കെ റേഡിയോ ഉണ്ടായിരുന്നു. റേഡിയോയിലേക്ക് മെസ്സേജുകൾ ലഭിക്കും, പക്ഷേ നമുക്ക് റേഡിയോയിൽ നിന്ന് മെസ്സേജ് അയക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ഈ പേജറിലേക്ക് മെസ്സേജുകൾ സ്വീകരിക്കാൻ കഴിയും, പക്ഷേ മെസ്സേജുകൾ അയക്കാൻ കഴിയില്ല. ഈ സ്വീകരിക്കാൻ കഴിയുന്നത് വലിയ നെടുതണുങ്കൻ മെസ്സേജുകളൊന്നും സ്വീകരിക്കാൻ പറ്റില്ല. ഒരു ലൈനുള്ളൊരു മെസ്സേജ് മാത്രം. അപ്പോൾ ഇന്ന് ഈ മൊബൈൽ ഫോണുള്ള കാലത്ത് അത്തരം ഒരു ഡിവൈസിന് യാതൊരു പ്രസക്തിയും സാധാരണ ആളുകളുടെ ഇടയിലില്ല. പക്ഷേ ഇത് മിലിട്ടറി ഈ ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. പട്ടാളക്കാരെ ഈ ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഹിസ്ബുള്ളയെ പോലത്തെ ഭീകര സംഘടനകളും ഇത്തരം ഡിവൈസുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കാരണം അതിൽ നിന്ന് മെസ്സേജുകൾ പുറത്തേക്ക് അയക്കാൻ സാധിക്കാത്തതുകൊണ്ട് ആ ഒരു പേജറിൻ്റെ ലൊക്കേഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. നേരെ മറിച്ച് മൊബൈൽ ഫോൺ ആണെങ്കിൽ അതിലേക്ക് മെസ്സേജുകൾ സ്വീകരിക്കുവാനും അതുപോലെ അയക്കുവാനും സാധിക്കുന്നത് കൊണ്ട് അതിൻ്റെ ലൊക്കേഷൻ വളരെ പ്രിസൈസായിട്ട് നിശ്ചയിക്കുവാനും ആ ഡിവൈസ് ഉപയോഗിക്കുന്ന ഒരാളെ വേണമെങ്കിൽ ട്രാക്ക് ചെയ്യുവാനും അയാളെ വേണമെങ്കിൽ ഉപദ്രവിക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഈ ഹിസ്ബുള്ള കുറച്ച് കാലമായി അവരുടെ മൊബൈൽ ഫോൺ ഡിവൈസുകൾ അവർ ഒഴിവാക്കി ഈ പേജർ ഡിവൈസ് ഉപയോഗിക്കുന്നത്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് അല്ലെങ്കിൽ ആക്ടിവിറ്റിക്ക് ഉള്ള മെസ്സേജുകൾ, സിംഗിൾ ലൈൻ മെസ്സേജുകൾ അവർക്ക് ലഭിക്കുകയും അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് പേജറുകളുടെ എക്സ്പ്ലോഷൻ. ഏകദേശം 3000 ആളുകളുടെ കയ്യിലിരുന്ന് പേജറുകളാണ് പൊട്ടിത്തെറിച്ചതായി കേട്ടത്. അപ്പോൾ ഇന്നലെ പുതിയതായിട്ട് കേട്ടത് വോക്കി ടോക്കി എന്ന് പറയുന്ന ഒരു സാധനം, നമ്മുടെ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഒരു ഡിവൈസാണ്. അതും റേഡിയോ ഫ്രീക്വൻസി ഉപയോഗിക്കുന്ന സാധനമാണ്. അതിൽ നിന്ന് മെസ്സേജ് റിസീവ് ചെയ്യാനും അയക്കാനും സാധിക്കും ഷോർട്ട് ഡിസ്റ്റൻസിലേക്ക്. വോക്കി ടോക്കി എന്ന് പറയുന്ന സാധനം കയ്യിൽ വെച്ചിരുന്നവരുടെ അത് പൊട്ടിത്തെറിച്ചു. പിന്നെ വീടുകളിൽ സൂക്ഷിച്ചിരുന്ന സോളാർ സെല്ലുകളുടെ ബാറ്ററികൾ പൊട്ടിത്തെറിച്ചു, കാറിനകത്തെ ബാറ്ററികൾ പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം ഇതിനെപ്പറ്റിയും ഞാൻ സൂചിപ്പിച്ചതുപോലെ കൃത്യമായ വിവരങ്ങളില്ല, ഏകദേശ ധാരണകളാണ്. അതിൻ്റെ പേരിലും ധാരാളം പേർക്ക് പരിക്ക് പറ്റുകയും ആശുപത്രികളൊക്കെ നിറഞ്ഞു കവിയുകയും ചെയ്യുന്ന സാഹചര്യമാണ്. അപ്പം ഇറാൻ്റെ ഒരു സബ്സിഡിയറി യൂണിറ്റ് പോലെ പ്രവർത്തിക്കുന്നതാണ് ഹിസ്ബുള്ള. സ്വാഭാവികമായും ഇറാനിൽ നിന്ന് സഹായം വരുന്നുണ്ട്. ഇറാഖും സഹായം അയച്ചതായി കേൾക്കുന്നുണ്ട്. അറേബ്യൻ രാജ്യങ്ങളൊക്കെ സഹായം അയച്ചതായി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ മെത്തഡ് ഓഫ് വാറാണ്, ഒരു പുതിയ തരം യുദ്ധമാണ്. ഇപ്പോൾ ഇസ്രായേൽ ഇത് ഏറ്റെടുത്തിട്ടില്ലെങ്കിലും മറ്റു രാജ്യങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത്
ഇസ്രായേലിൻ്റെ ഒരു കേപ്പബിലിറ്റി വെച്ച് നോക്കുമ്പോൾ ഇത്തരം ഒരു 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 എക്സ്പ്ലോഷനിലേക്ക്, ഒരു സ്ഫോടനത്തിലേക്ക് കടക്കുവാനുള്ള ടെക്നോളജിക്കൽ നോഹൗ ഇസ്രായേലിന് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ടെക്നോളജിക്കൽ നോഹൗ എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമ്മളിപ്പോൾ കയ്യിലിരിക്കുന്ന ഒരു കുഞ്ഞു സാധനം പൊട്ടിത്തെറിച്ചത്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സാധനം പൊട്ടിത്തെറിപ്പിക്കുക എന്ന് പറയുന്നത് ഏത് തരത്തിലത് ചെയ്ത് ഇപ്പോഴും ദാറ്റ് ഇസ് ക്വയറ്റ് അൺനോൺ. ഇപ്പോൾ ധാരാളം ഊഹങ്ങൾ വരുന്നുണ്ട്. ഈ പേജറുകൾ അടുത്ത കാലത്ത് ബൾക്കായിട്ട് വാങ്ങിയതാണെന്നും, വാങ്ങിയ പേജറുകൾ തായ്വാൻ കമ്പനിയുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയിരിക്കുന്നത്. അത് ഹംഗറിയിൽ നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും പിന്നെ അത് തായ്വാനിലെ കമ്പനിയാണ് മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. ഈ മാർക്കറ്റ് ചെയ്ത കമ്പനിയിൽ നിന്നും ഇത് തായ്വാനിൽ നിന്ന് ഈ ഗൾഫ് രാജ്യത്തേക്ക്, ലെബനോണിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത സമയത്ത് ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ പീരിയഡിൽ അതിനകത്ത് എക്സ്പ്ലോസീവ് പ്ലാൻ ചെയ്തു. RDX പോലത്തെ എക്സ്പ്ലോസീവ് ആണെങ്കിൽ ഇത്തരമൊരു എക്സ്പ്ലോഷൻ നടത്തുവാൻ 1 ഗ്രാം എക്സ്പ്ലോസീവ് ധാരാളം മതിയാവും. അത്രയും ചെറിയ ഒരു ഗ്രാം വെയിറ്റ് മതി RDX പോലത്തെ എക്സ്പ്ലോസീവ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ ഒരു എക്സ്പ്ലോസീവ്, വളരെ ചെറിയ വെയിറ്റ് എക്സ്പ്ലോസീവ്, വളരെ മാരകമായ എക്സ്പ്ലോസീവ് അതിൽ പ്ലാൻ ചെയ്തിരുന്നുവെന്നും, പക്ഷേ അതെങ്ങനെ പൊട്ടിച്ചു എന്നുള്ളത് പിന്നെയും പ്രശ്നമാണ്. കാരണം ഇതിനകത്തേക്ക് മെസ്സേജുകൾ അയക്കാൻ മാത്രം സംവിധാനമുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഒരു എക്സ്പ്ലോസീവ് പ്ലാൻ ചെയ്യുകയും, ഇപ്പോൾ സാധാരണ ഇത്തരം എക്സ്പ്ലോസീവ്സിനെ ഡിറ്റണേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിക് ഷോക്ക് ഉപയോഗിച്ചാണ്. അപ്പോൾ അതിനകത്തൊരു ഇലക്ട്രിക് ഷോക്ക് കടത്തിവിട്ടാൽ അപ്പോഴാണ് അത് എക്സ്പ്ലോഡ് ചെയ്യുക. അപ്പോൾ ആ ഇലക്ട്രിക് ഷോക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു മെസ്സേജ് വേണം. ആ മെസ്സേജ് എങ്ങനെ അതിലേക്ക് എത്തിച്ചു? ഈ പേജറിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ റേഡിയോയിൽ ചെയ്യുന്നത് പോലെ തന്നെ ബൾക്കായിട്ട് എല്ലാ പേജറുകളിലേക്കും ഒന്നിച്ച് മെസ്സേജ് അയക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കൊണ്ട് ഇതിനെ എക്സ്പ്ലോർ ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. പക്ഷേ ആ ടെക്നോളജി എങ്ങനെ ഡെവലപ്പ് ചെയ്യും, ഹൗ ദ ടെക്നോളജി വർക്ക്സ്, അതിപ്പോഴും അറിയത്തില്ല. അപ്പം ഈ വർത്തമാനം പറയുന്നവരൊക്കെ വളരെ ബ്രോഡായിട്ട് വളരെ കാറ്റഗറികളായിട്ട് പറയുന്നുണ്ട്. അത് പിന്നെ ഇതുപോലെ ഒരു മെസ്സേജ് അയച്ചിട്ടാണ് പൊട്ടിച്ചത്. മെസ്സേജ് അയച്ചാൽ എങ്ങനെ പൊട്ടിക്കും? അപ്പോൾ അതിൻ്റെ ടെക്നോളജി എന്താണ്, ടെക്നോളജിക്കൽ നോ ഹൗ എന്താണ്, അത് ഇതുവരെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അപ്പം ഈ പേജറുകൾ പൊട്ടിച്ചിരിക്കുന്നു, വോക്കി ടോക്കികൾ പൊട്ടിച്ചിരിക്കുന്നു, ഈവൻ ബാറ്ററികൾ പോലും പൊട്ടിച്ചിരിക്കുന്നു. അപ്പം ബാറ്ററികളുടെ ഒക്കെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് അതിൽ ഇടപെടുകയും കൃത്യമായി ഇന്ന സ്ഥലത്തേക്കാണ് ഈ സാധനം പോകുന്നതെന്ന് ഉറപ്പിച്ച ശേഷം അതിൽ എക്സ്പ്ലോസീവ് പ്ലാൻ ചെയ്യുകയും ആ എക്സ്പ്ലോസീവുമായി ഒരു ഡിറ്റണേറ്റർ കണക്ട് ചെയ്ത് വെക്കുകയും ആ ഡിറ്റണേറ്ററിലേക്ക് ആവശ്യമായ മെസ്സേജ് അയക്കാനുള്ള സംവിധാനം അതിൽ വയ്ക്കുകയും, അതായത് സ്മാർട്ട് ഡിറ്റണേറ്റർ എന്ന് പറയാൻ വേണ്ടി. സ്മാർട്ട് ഡിറ്റണേറ്റർ, അതായത് മെസ്സേജുകൾ റിസീവ് ചെയ്ത് ആ മെസ്സേജിനനുസരിച്ച് പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു ഡിറ്റണേറ്റർ ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് വേണം വിചാരിക്കാൻ. എന്തായാലും ഇതുവരെ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് ഇത് കൃത്യമായി പൊട്ടിത്തെറിച്ച സാധനങ്ങൾ എടുത്ത് പരിശോധിച്ച് ഇതിനകത്ത് ഇന്നതാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഇതുവരെ ഒരു ഏജൻസികളും കാറ്റഗോറിക്കലായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്നതാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത്. ഊഹാപോഹങ്ങൾ മാത്രമാണ് ഇപ്പം ഏറെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, ഇത് വാർഫെയറിൻ്റെ, യുദ്ധത്തിൻ്റെ ഒരു പുതിയ തലമാണ്. ഇനി വരാൻ പോകുന്ന കാലത്ത് യുദ്ധങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സൂചനയാണ്. ഇപ്പോൾ ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹാനിയനെ ടെഹ്റാനിൽ വെച്ച് ഇസ്രായേൽ വധിച്ചു. അതും ഇസ്രായേൽ ഏറ്റെടുത്തിട്ടൊന്നുമില്ല, ഞങ്ങളത് ചെയ്തെന്നവർ പറയുന്നൊന്നുമില്ല. പക്ഷേ ടെഹ്റാനിൽ വെച്ച് അത് ചെയ്തത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. ഇയാളെ വളരെ സ്പെസിഫിക് ആയിട്ട് അയാൾ താമസിക്കുന്ന റൂമിനകത്ത് എക്സ്പ്ലോഷൻ നടത്തി അയാളെ കൊല്ലുകയാണ് ചെയ്തത്. അതൊരു ഗൈഡഡ് മിസൈൽ, അതായത് അയാളുടെ റൂമിനകത്ത് ഒരു മെസ്സേജ് സെൻഡിങ് സംവിധാനം ഉണ്ടായിരിക്കുക. ആ സംവിധാനത്തിൽ നിന്നുള്ള മെസ്സേജ് സ്വീകരിച്ചുകൊണ്ട് ഒരു മിസൈൽ അതിൻ്റെ വഴി സ്വീകരിച്ച് ഈ റൂമിനകത്ത് കയറി എക്സ്പ്ലോഡ് ചെയ്യാം എന്നുള്ളതാണ് സംഭവിച്ചതാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. അപ്പം ഒരു ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ച് അയാളെ കൊന്നു എന്നാണ് പറയുന്നത്. അപ്പം അതെങ്ങനെ ഇയാൾ കൃത്യമായിട്ട് അവിടെ എത്തുമെന്ന് വിചാരിച്ച് അവിടെ ഒരു മെസ്സേജ് സെൻഡിങ് ഡിവൈസ് പ്ലാൻ ചെയ്തു. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഡ്യൂബിയസ് ആണ്, വളരെ നമുക്ക് ഊഹങ്ങൾക്ക് അപ്പുറമാണ് ഇത്തരം പ്രവൃത്തികൾ. ഇത് വേറൊരു രാജ്യത്ത് പോയിട്ട് അതിൻ്റെ തലസ്ഥാനത്ത് പോയിട്ട് ഇത്രയും ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്കിട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. അപ്പം ഇസ്മായിൽ ഹാനിയെ കൊന്നു. അപ്പോൾ ഇസ്മായിൽ ഹാനിയെ കൊന്നതിൻ്റെ പകരം വീട്ടാൻ വേണ്ടി ഇറാൻ കണ്ടുവച്ചിരുന്ന ടൂളാണ് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഇസ്മായിൽ ഹാനിയെ കൊന്നതിൻ്റെ വലിയ പ്രതിഷേധവും അപമാനവും ഇറാനുണ്ട്. അപ്പോൾ ഏത് നിമിഷവും അവർ തിരിച്ചടിക്കണം, അവരെ കൊണ്ട് അതിനുള്ള ശേഷിയില്ല. അപ്പം ഈ ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് ഇസ്രായേലിന് നേരെ കഠിനമായൊരു ആക്രമണം നടത്തണമെന്ന പ്ലാനിങ് ഇറാൻ നടത്തിക്കൊണ്ടുവന്ന പ്ലാനിങ്ങിൻ്റെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് ഈ ഇടപെടൽ ഉണ്ടായതായിട്ട് മനസ്സിലാക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയെ ഉപയോഗിച്ച് ഒരു വലിയ തിരിച്ചടി ഇറാൻ പ്ലാൻ ചെയ്തിരുന്നതായി പറയപ്പെടുന്നു. അപ്പം ഇസ്രായേലിന് പൊതുവായ രീതിയുണ്ട്, അവരെ ഇങ്ങോട്ട് അടിക്കാൻ നോക്കുന്നതിന് മുൻപ് അവർ പാമ്പിൻ്റെ പത്തി അടിച്ചു പൊളിക്കും. 69 വാറിലൊക്കെ അവർ ചെയ്ത പരിപാടി അതാണ്. അപ്പോൾ ഇവർ എല്ലാം പ്ലാൻ ചെയ്ത് വന്നു. കറക്റ്റ് മൊമെൻറ്റിൽ
ഏകദേശം 20,000-ഓളം ഹിസ്ബുള്ള ഭീകരരാണ് ലെബനനിൽ ആക്റ്റീവായിട്ടുള്ളതായി പറയപ്പെടുന്നത്. അതിനകത്ത് 3,000 പേര് മാരകമായ പരിക്കേറ്റ് കിടപ്പിലായി എന്ന് പറഞ്ഞാൽ അതൊക്കെ ഏത് ലെവലിലുള്ള ആളുകളാണ്? അതിൻ്റെ ലീഡർഷിപ്പിലുള്ളവരാണോ, കമാൻഡർമാരാണോ, സാധാരണ ഭടന്മാരാണോ എന്നുള്ളത് കൃത്യതയില്ല. അപ്പോൾ അവർ പരിക്കേറ്റ് കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സേനയെ സംബന്ധിച്ച് ആ സേനയുടെ കൈയും കാലും ഒടിഞ്ഞതുപോലത്തെ അവസ്ഥയായിപ്പോയി. അതിനിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പിന്നെ ഞങ്ങളിപ്പോൾ തിരിച്ചടിക്കും എന്ന് പറയുന്നുണ്ട്. തിരിച്ചടിയെ സംബന്ധിച്ച് നമുക്ക് പിന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ പിന്നെ യോദ്ധ സിനിമയിലെ ജഗതി പറയുമ്പോൾ അടുത്ത ഉത്സവത്തിന് കാണാം എന്ന് പറയുന്നതിനപ്പുറത്തേക്കൊന്നും സംഭവിക്കാനില്ല എന്നുള്ളത് സാധാരണ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധമുറയിൽ നമ്മൾ കാണുന്ന രീതി കൃത്യമായി ഭടന്മാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊല്ലുക. ആരും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം യുദ്ധമുഖത്തുള്ള ഒരു ഭടനെ മുറിവേൽക്കുക, പരിക്കേൽക്കുക എന്ന് പറയുന്നത് ഒരു വാർത്തയല്ല. അത് സംഭവിക്കാവുന്ന കാര്യമാണ്. കാരണം അയാൾ മറ്റുള്ളവരുടെ മേലെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മുറിവ് അയാളുടെ മേലെ ഏറ്റുവെന്ന് മാത്രമേ ഉള്ളൂ. അതിനാർക്കും ഒരു സങ്കടവും കണ്ണുനീരും ഒഴുകാൻ പറ്റത്തില്ല. അതിനാർക്കും ആരെയും കുറ്റം പറയാനും പറ്റത്തില്ല. ഇത് ഭീകരപ്രവർത്തകർ മാത്രമാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ 1-2 കുട്ടികൾ പെട്ടുപോയി എന്ന് പറയുന്നത് ഭീകരപ്രവർത്തകരുടെ മക്കളാണ്. അവർ വീട്ടിൽ വെച്ചിരുന്ന ഡിവൈസ് ഒച്ച വയ്ക്കുന്നത് കേട്ടുകൊണ്ട് അവരെടുത്ത് നോക്കിയ സമയത്ത് എക്സ്പ്ലോഡ് ചെയ്ത് കുട്ടികൾ അതിൽ പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ഭീകരപ്രവർത്തകർക്ക് പറ്റിയതായിട്ട് തന്നെ വേണം നമ്മളതിനെ പരിഗണിക്കാൻ. നേരെ മറിച്ച് ഹമാസ് ഭീകരർ ചെയ്യുന്ന പണിയുണ്ടല്ലോ, അതായത് കുട്ടികളുടെ, പെണ്ണുങ്ങളുടെയും കുഞ്ഞുങ്ങളുടെ ഇടയിൽ കയറി നിന്ന് അവരെ മനുഷ്യ കവചമായി ഉപയോഗിച്ചുകൊണ്ട് മിസൈൽ അയക്കുകയും തിരിച്ച് ഇസ്രായേൽ മിസൈൽ വരുമ്പം ഭീകരൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ഈ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ആ മുറിക്കകത്ത് അടച്ചിടുകയും ഇവർ ഏത് മുറിയിൽ നിന്നാണോ മിസൈൽ സെൻഡ് ചെയ്ത് ആ മുറി അടച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയും മാത്രം അവിടെ ഇരുത്തുകയും അവരുടെ മേലെ ഇസ്രായേൽ തിരിച്ച് ഹീറ്റ് ട്രാക്ക് ചെയ്ത് വരുന്ന മിസൈൽ കറക്റ്റായിട്ട് അവിടെ വീഴുകയും ഈ പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളെയും മരിക്കുകയും ഭീകരനോട് രക്ഷപ്പെടുകയും അങ്ങനെ അയ്യോ ഞങ്ങളുടെ പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും കൊന്നേ എന്ന് പറയുന്ന ആ ടെക്നോളജി, ദ മോസ്റ്റ് ക്രൂഡ് ടെക്നോളജി, അതായത് മനുഷ്യരെ പിടിച്ച് മുമ്പിൽ നിർത്തി യുദ്ധം ചെയ്യുന്ന ടെക്നോളജി, ഏതോ കാലത്തുള്ള പിന്നെ ശിലായുഗത്തിലെ ടെക്നോളജി, ആ ടെക്നോളജി അല്ല ഈ ടെക്നോളജി എന്ന് പറയുന്നത് സയൻറ്റിഫിക് ടെക്നോളജിയാണ്. കൃത്യമായിട്ട് ആരെ കൊല്ലണമോ അവനെ മാത്രം കൊല്ലുന്ന ടെക്നോളജി. അപ്പോൾ അവനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്ന ടെക്നോളജി. അവനിപ്പം ഈ വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള ഇത്തരം ഭീകരപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ഇവരുടെ ടെക്നോളജിക്കൽ നോഹൗ, എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാൻ അവർ മിടുക്കരാണ്. പക്ഷേ ഈ പറഞ്ഞ ഒരു എക്യുപ്മെൻറ്റ് പോലും സ്വന്തമായി ഡിസൈൻ ചെയ്യാൻ സാധിക്കില്ല. ബോംബ് അവർക്ക് പിന്നെ മെറ്റീരിയൽസ് വാങ്ങിയിട്ട് അസംബിൾ ചെയ്യാൻ സാധിക്കും, പക്ഷേ ഈ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. വലിയ വലിയ തോക്കുകളൊക്കെ അവർ ഉപയോഗിക്കും. ഒരു തോക്ക് പോലും അവർ ഉണ്ടാക്കിയ തോക്കല്ല. ഇത് മുഴുവൻ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നതാണ്. വെപ്പൺസ് മുഴുവൻ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങളിൽ നിന്നും ഇത്തരം സ്മാർട്ട് ഡിവൈസുകൾ പ്ലാൻ ചെയ്താണ് വരുന്നതെങ്കിൽ ഇവരുപയോഗിക്കുന്ന AK-47 തോക്ക് ചിലപ്പോൾ നാളെ തിരിച്ച് ഇവർക്കിട്ട് തന്നെ വെടിവെച്ച് കളയും. ഇവൻ ട്രിഗർ അമർത്തുമ്പോൾ സ്വന്തം നെഞ്ചിലേക്കാണോ വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇത് ഉണ്ടാക്കുന്നത് വേറെ ആളുകളാണ്. ഇവർക്ക് ഈ സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല. എണ്ണയുടെ പണം ഉപയോഗിച്ച് ധാരാളം പണം കയ്യിലുണ്ട്. ആ പണം ഉപയോഗിച്ച് ഭീകരപ്രവർത്തനങ്ങൾ ഓർഗനൈസ് ചെയ്യുക, ഇത്തരം എക്യുപ്മെൻറ്റ്സ് വാങ്ങി മറ്റുള്ളവരെ കൊല്ലുക, പിന്നെ സ്വർഗത്തിൽ കിട്ടാവുന്ന ചില പ്രതിഫലങ്ങളെക്കുറിച്ച് സ്വപ്നം കണ്ടിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഭീകരപ്രവർത്തനത്തിനെതിരെയുള്ള യുദ്ധത്തിലെ ഒരു പ്രത്യേക തലമായിട്ട് ഇതിനെ പരിഗണിക്കേണ്ടതുണ്ട്. ഇതിൽ ആളുകൾ മരിക്കുന്നതിലെ ആഹ്ലാദത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഈ ടെക്നോളജിക്കൽ നോഹൗ മുൻപോട്ട് പോകുന്നതിൽ അത് വളരെ വളരെ സ്പെസിഫിക്കായി ടാർഗറ്റുകൾ വളരെ സ്പെസിഫിക്കായിട്ട് ഫിക്സ് ചെയ്യാനും അങ്ങനെ ഫിക്സ് ചെയ്ത ടാർഗറ്റുകളെ മാത്രം തകർക്കാനും സാധിക്കുന്ന ഈ ടെക്നോളജി തീർച്ചയായിട്ടും ശ്ലാഘനീയമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അക്രമകാരികൾ മാത്രം വധിക്കപ്പെടുന്ന ഇത്തരം ടെക്നോളജികൾ. അപ്പോൾ ഇതിപ്പോഴും ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ധാരണയില്ല എന്നുള്ളതും വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.